ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എവിക്ഷൻ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ പറയുകയായിരുന്നു അപ്സരയാണ് ഏറ്റവും പിറകിൽ. ഒരുപക്ഷെ റസ്മിനോടൊത്ത് പോകേണ്ടിയിരുന്നതാണ്, എന്നാൽ അന്ന് എവിക്ഷൻ ഒഴിവാക്കിയായിരുന്നു. ഇവിടെ അപ്സരയ്ക്ക് രക്ഷപ്പെടാനൊരു ചാൻസ് ഉണ്ടായിരുന്നത് ഒരു പുതിയ നോമിനേഷൻ വെക്കുകയാണെങ്കിൽ തീർച്ചയായും അപ്സര രക്ഷപ്പെട്ടേനെ. നോറയോ അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലുമോ ഔട്ടായി പോയേനെ. ഇവിടെ പുതിയ നോമിനേഷൻ വരാത്തതാണ് അപ്സരയെ ഏറ്റവും അധികം ചതിച്ചത് എന്നുള്ളതാണ് വാസ്തവം. എനിവേ, അപ്സരയെ സംബന്ധിച്ച് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്രതീക്ഷിതമായ, ഒരിക്കൽ പോലും അപ്സര ചിന്തിച്ചിട്ടില്ല ഇന്ന് ഔട്ടായി പോകുമെന്ന്. അത്രയും അധികം കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരുന്നു. അത്രയും കോൺഫിഡൻസോടെയാണ് എവിക്ഷനെ നേരിട്ടത്. അപ്സര ഒരിക്കൽ പോലും പോകുമെന്ന് അപ്സര ചിന്തിച്ചില്ല. അപ്സരയുടെ മനസ്സിൽ ഒരുപക്ഷെ അൻസിബയോ ഋഷിയോ പോകുമെന്നായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, അത്യന്തം നാടകീയത നിറഞ്ഞ ഒരു എവിക്ഷൻ. ആദ്യത്തെ ഒരു 3 ആഴ്ചത്തെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട്ലി വിന്നർ ആവാൻ പോലും ശേഷിയുള്ള ഒരു ലേഡി കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്സര. ഏറ്റവും പോളിങ്ങിൽ മുന്നിലായിരുന്നു, വളരെ മുന്നേറ്റമായിരുന്നു. ആ ഒരു നിലയിൽ നിന്നാണ് ഏറ്റവും താഴേക്ക് വന്നത്. സോ അപ്സരയുടെ ആ ഒരു എവിക്ഷന് ശേഷം അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു എവിക്ഷൻ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അൻസിബ ഔട്ടായെന്ന് പറഞ്ഞിരുന്നു. സോ നാളെ ഇതിലും വലിയ ഞെട്ടൽ ഹൗസിൽ ഉണ്ടാക്കും. ഏവരും ഞെട്ടി പണ്ടാരമടങ്ങുന്ന ഒരു അവസ്ഥയായി പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ നാടകീയത നിറഞ്ഞ മറ്റൊരു എവിക്ഷനിലൂടെ അൻസിബ ഔട്ടായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒരു മാസം മുൻപ് അൻസിബ ഔട്ടാകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഔട്ടാകുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അൻസിബയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല. താൻ ഫൈനൽ 5-ൽ എത്താൻ ചാൻസ് ഉണ്ട് എന്ന് അൻസിബ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ അതിനൊക്കെ തിരിച്ചടി കിട്ടുന്നു. അൻസിബ ഔട്ടാവുന്നു. അൻസിബയ്ക്ക് ധാരാളം ഓഡിയൻസ് സപ്പോർട്ടും കൂടി വരികയായിരുന്നു. എന്നാൽ ജിൻഡോ അടക്കമുള്ള ആളുകൾ ഒരുപോലെ എവിക്ഷനിൽ വന്നതാണ് അൻസിബയ്ക്ക് തിരിച്ചടിയായത്. ഒരുപക്ഷെ അപ്സരയ്ക്കും തിരിച്ചടിയായത്. ആദ്യകാലങ്ങളിൽ ജിൻഡോ എന്ന മത്സരാർത്ഥി, അതായത് മെജോറിറ്റി ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ജിൻഡോ എന്ന മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്ത് കളിക്കുകയും പിന്നീട് ജിൻഡോയ്ക്കെതിരെയും തിരിഞ്ഞത് വലിയ രീതിയിലുള്ള ജനത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്സര ഔട്ടായി പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ അൻസിബയ്ക്ക് വിലങ്ങുതടിയായത് ജിൻഡോയുടെ വോട്ട് ജിൻഡോയിൽ തന്നെ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. എനിവേ, ജിൻഡോയ്ക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് തന്നെ കരുതാം. കാരണം അൻസിബയുടെ ഒരു പുറത്താകൽ കൊണ്ട് അൻസിബയ്ക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ഋഷിക്കും ജിൻഡോയ്ക്കും തന്നെ കിട്ടും. ഉടൻ തന്നെ ഋഷിയും ഒരുപക്ഷെ ഔട്ടായേക്കാം. സോ ഋഷിയുടെ വോട്ടും ജിൻഡോയിലേക്ക് എത്തും. സോ തീർച്ചയായും ഇത് ഏറ്റവും ഗുണകരമാകുന്നത് ജിൻഡോയ്ക്ക് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വലിയൊരു വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അഭിഷേക് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നത് ജിൻഡോയ്ക്ക് വോട്ട് സ്പ്ലിറ്റ് ആവാനും, എന്നാൽ ജാസ്മിൻ്റെ വോട്ട് ജാസ്മിനിൽ തന്നെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ജിൻഡോയ്ക്ക് തിരിച്ചടി നേരിടുന്നു. എന്നാൽ അൻസിബ ഉൾപ്പെടെയുള്ള ആളുകളുടെ പുറത്തുപോക്ക് ഒരുപക്ഷെ അപ്സരയുടെ ആരാധകരും ഒരുപക്ഷെ ഇനി അങ്ങോട്ട് വോട്ട് ചെയ്യുക ജിൻഡോയ്ക്ക് തന്നെയാകും. സോ ജിൻഡോയ്ക്ക് വലിയ നേട്ടത്തിലേക്ക് ഇത് കലാശിച്ചേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, ഇന്നത്തെ എവിക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.